നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ ഒരു മാർച്ച് കണ്ടു. അതിൽ പരിചയമുള്ള ഒരു മുഖം അങ്ങിങ്ങായിട്ട് നടക്കുന്നു. ആരുടെ വായിൽ നോക്കണം, എങ്ങോട്ട് പോകണം, ആരുടെ പിന്നാലെ പോകണമെന്നറിയാതെ നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അത് മറ്റാരും ആയിരുന്നില്ല, മുൻ കുഞ്ഞാവ ആര്യ രാജേന്ദ്രനായിരുന്നു. കണ്ടപ്പോൾ സഹതാപം തോന്നി കേട്ടോ. ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ, അധികാരമുണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ധാർഷ്ട്യമായിരുന്നു, എത്ര അഹങ്കാരമായിരുന്നു. ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എടുത്തു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ കുത്തുന്നു, നേരെ പോകുന്നു, ഡോർ അടയ്ക്കുന്നു, എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ കാണിച്ച ആളാണ്. എന്തൊക്കെ ദ്രോഹങ്ങൾ മറ്റുള്ളവരോട് ചെയ്ത ആളാണ്. ആരുടെയൊക്കെ വയറ്റത്തടിച്ച ആളാണ്. എന്തൊക്കെ അഴിമതി കോർപ്പറേഷനിൽ ഇരുന്നപ്പോൾ ചെയ്ത ആളാണ്. അതിനെയൊക്കെ ഒരു കൂസലുമില്ലാതെ വെളുപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. എന്നിട്ടും തല ഉയർത്തി നിന്നുകൊണ്ട് ഞങ്ങൾ ഇനിയും വരും എന്ന് ആവേശത്തോടുകൂടി ഇലക്ഷൻ്റെ സമയത്ത് പ്രസംഗിച്ച ആൾ പോലുമാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണണം. ഒരു മനുഷ്യരവരെ മൈൻഡ് ചെയ്യുന്നില്ല. മുൻ മേയർ എന്നുള്ള ഒരു സ്ഥാനം പോയിട്ട്, ഒരു അംഗീകാരം പോയിട്ട്, ഒരു പരിഗണന പോയിട്ട് ഒന്നും അവർക്ക് ആരും കൊടുക്കുന്നില്ല. ആരും അവരെ നോക്കുന്നു പോലുമില്ല. എല്ലാവരുടെയും പിന്നാലെ അവരിങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു പാഠമാണ് കേട്ടോ ഈ ആര്യ രാജേന്ദ്രൻ. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അവർ നമ്മളോട് തിരിച്ചു പെരുമാറുന്നത്. എല്ലാം ഉള്ള സമയത്ത്, എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് അധികാരവും സമ്പത്തും ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ള സമയത്ത്, ആരോഗ്യവും ഒക്കെ ഉള്ള സമയത്ത് മറ്റുള്ളവരോട് കുറച്ച് കരുണയോടുകൂടി മനുഷ്യൻ ഇടപെടുന്നത് പോലെ ഇടപെട്ടാലേ പിന്നീട് ഒരു കാലത്ത് നമുക്കിതൊന്നുമില്ലാതെ വരുമ്പോൾ അവർ നല്ല സമാധാനമായിട്ട് നമ്മളോട് പെരുമാറുകയുള്ളൂ, അല്ലെങ്കിൽ സ്നേഹത്തോടെ നമ്മളെടുത്ത് പെരുമാറുകയുള്ളൂ. അവസാനം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞ് മൈക്ക് കൊടുത്തെന്ന് തോന്നുന്നു. കാരണം വേറെ ആരും ഇനി സംസാരിക്കാനില്ല. ഈ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നത് ആരും കേൾക്കുന്നു പോലുമില്ല. എന്തൊക്കെയോ മൈക്കിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതിൽ ഒരു സെന്റൻസ് മാത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണത്തിൽ വരുമ്പോൾ ഒരു നിലപാടും സൂചിപ്പിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. ആര്യ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഒരു വിധത്തിൽ സംസാരിക്കും, ഭരണപക്ഷത്തോട്ട് വന്നപ്പോൾ വേറൊരു വിധത്തിൽ സംസാരിക്കും. ഇതാർക്കെങ്കിലും ചേർന്ന പരിപാടിയാണോ എന്ന്. ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിധത്തിൽ ജനങ്ങളോട് ഇടപെട്ടു, ഭരണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ വേറൊരു തരത്തിൽ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിത് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് ഈ ആര്യ രാജേന്ദ്രനോട് ചോദിക്കാനുള്ളത്. ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇവർക്ക് ആർക്കും ഇല്ല എന്നറിയാം. കഴിഞ്ഞ ദിവസം റഹീം സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ നിരാഹാര സമരം നടത്തുന്ന PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവരുടെ ഇടയ്ക്ക് ചെന്നിരുന്ന് ലൈവൊക്കെ വരുന്നത് കണ്ടു, സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് സംസാരിക്കുന്നത് കണ്ടു. എന്തിനാണ് ഈ കഷ്ടം കാണിക്കുന്നത്? മുഖ്യമന്ത്രി നിങ്ങൾ കാണുന്നില്ലേ? വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെയൊക്കെ മൂക്കിന് താഴെയല്ലേ ഈ സ്ത്രീകൾ ഇവിടെ 10-35 ദിവസമായിട്ട് നിരാഹാരം ഇരിക്കുന്നത്, പ്രതിഷേധം ഇരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ നടക്കുന്ന ഇത് കാണാതെ നിങ്ങൾ മറ്റെന്ത് കണ്ടിട്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. തലമൊട്ടയടിച്ച് നിങ്ങളുടെ മുന്നിൽ കിടന്നിഴഞ്ഞത് എത്രയോ മാസങ്ങളാണ് പാവപ്പെട്ട സ്ത്രീകൾ. ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു വികാരവും തോന്നിയില്ലല്ലേ? ഈ ആര്യ രാജേന്ദ്രനും ഘോരം പ്രസംഗിക്കുന്നത് കണ്ടു. ഇന്നലെ അവിടെ സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്കൽ നിരാഹാരം ഇരിക്കുന്ന സ്ത്രീകളുടെ ഇടയ്ക്കൊക്കെ കയറി ഇറങ്ങുന്നത് കണ്ടു. അവരാരും മൈൻഡ് ചെയ്തില്ല, അത് വേറൊരു കാര്യം. അവരെയൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്നത് കണ്ടു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ സംസാരിക്കുകയാണ്, എന്തൊക്കെയോ ചെയ്യുകയാണ് എന്ന തോന്നലുണ്ടാക്കുകയാണ് ഇവരെന്ത് സംസാരിച്ചിട്ടും ചെയ്തിട്ടും എന്താണ് പ്രയോജനം? കഴിഞ്ഞ 10 വർഷക്കാലം ഇവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ PSC ഉദ്യോഗാർത്ഥികളുടെയൊക്കെ പ്രശ്നം 2-3 മാസം കൊണ്ട് ഇവിടെ പൊട്ടിമുളച്ചതല്ല. ഇത് നേരത്തെ തന്നെ ഉള്ളതാണ്. പിൻവാതിൽ നിയമനം എത്ര എണ്ണം നടത്തി? ആ സമയത്തൊന്നും ഇവർക്ക് യാതൊരു വൈകാരികതയും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ 2-3 മാസം കൊണ്ട് ഈ ഒരു സർക്കാർ കയറി അവർ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എല്ലാം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമത്തിന് പോലും ഒരു മര്യാദ കൊടുക്കാതെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ കവലപ്രസംഗങ്ങൾ നടത്തുകയാണ്. ആരും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ഈ ആര്യ രാജേന്ദ്രനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വായ തുറന്ന് മനുഷ്യരോട് ഇനി എന്തെങ്കിലും വർത്തമാനം പറയാനുള്ള ഒരു യോഗ്യത ഇവർക്കുണ്ടോ? ഒരുത്തൻ്റെ ജീവിതം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. ആ കോർപ്പറേഷൻ പരിധിയിൽ നടത്താവുന്നതിൻ്റെ പരമാവധി അഴിമതി നടത്തി വെളുപ്പിച്ചെടുത്തിട്ടാണ് കോർപ്പറേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ടും നിന്ന് ആളുകളുടെ എന്താണ് ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ആളുകളുടെ കടമകൾ എന്തൊക്കെയാണ്, നേതാക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഉദ്യോഗാർത്ഥികൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇവർ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗമൊക്കെ കാണേണ്ടി വരുന്ന നമ്മുടെ ഒരു അവസ്ഥ. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും ഇവർക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടിയിൽ
പെട്ടതായതുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളെങ്കിലും കിട്ടുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് MA ബേബിയും V ശിവൻകുട്ടിയും ഒക്കെ പങ്കെടുത്ത ചടങ്ങിൽ ഇവരെ ഒരു പുൽനാമ്പിന്റെ വില പോലും കൊടുക്കാതെ അവഗണിച്ചതാണ്. അവരെല്ലാവരും, നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ച് ഇവരെ അവഗണിച്ചതാണ്. കാരണം ഇവരുടെ മുഖം കണ്ടാൽ ഇലക്ഷൻ രക്ഷപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ അവഗണിച്ചതാണ്. എന്നിട്ടും അവിടെ ഒരു മൂലയ്ക്ക് പോയി നിന്ന് അവിടെയും ഒരു കോമാളിയായി വീണ്ടും എന്തെങ്കിലുമൊക്കെ തിരുവനന്തപുരത്ത് DYFIയുടെയോ പാർട്ടിയുടെയോ ഒക്കെ ഒരു പരിപാടി നടക്കുമ്പോൾ വിളിക്കാതെ തന്നെ വലിഞ്ഞു കയറി ചെന്ന് നിന്ന് എന്തൊക്കെയോ പ്രസംഗിക്കുകയാണ്. ഇവരുടെ ഒന്നും പ്രസംഗം നമ്മളിനി കണക്കിലെടുക്കേണ്ട കാര്യമില്ല, ഇവർക്ക് ആർക്കും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു പാർട്ടിയുടെ ഗതികേടാണ് എന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു. റഹീം കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് കേട്ടു. അവിടെയും ഇവിടെയുമുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, ഇവിടുത്തെ പ്രശ്നം ആദ്യം പരിഹരിക്കാൻ. ഇവിടുത്തെ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടായിരുന്നോ കർണാടകയിലേക്ക് പ്രശ്നം പരിഹരിക്കാൻ പോയത്? ഡൽഹിയിലേക്ക് പ്രശ്നം പരിഹരിക്കാൻ പോയത് നാട്ടിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടായിരുന്നോ? ഇങ്ങേറ്റം നിങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചായിരുന്നോ? എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോഴാണ് നിങ്ങൾ എല്ലാവരും നോർത്ത് ഇന്ത്യയിലേക്ക് വെച്ച് പിടിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് വെച്ച് പിടിച്ചത്? കർണാടകയിലൊക്കെ ചെന്ന് നിന്ന് പറഞ്ഞത് അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചെടുക്കും, അവരെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, മനുഷ്യന്റെ കടമയാണ്, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ ദേശീയ പാർട്ടിക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ അവർക്ക് ഉറപ്പ് കൊടുത്തു. അപ്പോഴും ഇവിടുത്തെ അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് ഘോര ഇവിടെ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. എവിടെ അതിദാരിദ്ര്യത്തെ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു? ഇപ്പോഴും വിലക്കുറവിന് ഒരു അരി കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് മനുഷ്യർക്ക് അടിപിടി കൂടുകയാണ്. സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടുന്നിടത്ത് ഇപ്പോഴും തിരക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, സ്ത്രീകൾ സൗജന്യത്തിന് വേണ്ടി തിരക്ക് കൂട്ടുന്നു, പ്രിയദർശിനി ബസ്സിലൊക്കെ ആളുകൾ തിരക്കിട്ട് കയറുന്നു. ഈ 2-3 മാസം കൊണ്ട് അവരൊന്നും ദരിദ്രരായതല്ല, അവർ അതിദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ചുമ്മാതെ റെക്കോർഡിൽ പേപ്പറിൽ എഴുതിയാൽ പോരാ ദാരിദ്ര്യം ഇവിടെ ഇല്ലാതാക്കിയെന്ന്. ലോകത്താദ്യമായിട്ട് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നൊക്കെ നിങ്ങൾ ഏതൊക്കെയോ നമ്പർ 1 സ്ഥാനത്തെത്താനുള്ള കൈയും കാലും ഇട്ട് അടിയുടെ ഭാഗമായിട്ട് നടത്തിയ പ്രസംഗങ്ങൾ മാത്രമായിരുന്നു, വെറുതെ നിങ്ങളുടെ അധര വ്യായാമം മാത്രമായിരുന്നു എല്ലാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴും ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് അതാത് വകുപ്പുകളിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നുണ്ട്. അതിന് വേണ്ട പരിഗണന കൊടുത്ത് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഇവർ വന്നിട്ട് സംഭവിച്ചു. കിടത്തി ചികിത്സ, വരാന്തയിൽ കിടത്തി ചികിത്സ പാടില്ലെന്ന് ഉള്ള കാര്യമെങ്കിലും വന്നില്ലേ? പേ വാർഡ് എല്ലാവർക്കും ലഭ്യമാക്കും എന്നുള്ള ചരിത്രപരമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ മുരളീധരൻ കൊണ്ടുവന്നില്ലേ? അതൊന്നും കാണുന്നില്ല. ബൂർഷകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബൂർഷ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കേരളത്തെ കുളം തോണ്ടിയത് അത്രയും. എന്നിട്ടും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം കയ്യിൽ നിന്ന് പോയിട്ടും ഇന്ത്യയിൽ എവിടെയും ഇല്ലാതിരുന്നിട്ടും എല്ലായിടത്തും ഓടി നടന്ന് നന്നായിട്ട് ഭരിക്കുന്ന ആളുകളെ കുറ്റം പറയുന്ന രീതി അവസാനിപ്പിക്കണമെങ്കിൽ ഇത് കേൾക്കാൻ ആളുകൾ നിൽക്കരുത്. സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനുള്ള ഒരു പ്രചാരണം കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.